മാദാപൂർ എന്ന ഒരു ഗ്രാമമുണ്ട്. ഗുജറാത്തിലെ പൂജിലുള്ള ഒരു ചെറിയ ഗ്രാമം ഏഷ്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം എന്ന ബഹുമതി ഇതിനോടകം തന്നെ നേടിയിട്ടുമുണ്ട്. മാത്രമല്ല വെറും 32,000 മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ എന്നത്. പക്ഷേ ഇവരുടെ മൊത്തം നിക്ഷേപം 7,000 കോടി രൂപയിലധികം വരുമെന്നത് യഥാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന കാര്യമാണ്. മികച്ച വരുമാനത്തിന്റെ അടിസ്ഥാനം മികച്ച ജോലിയായിരിക്കും, അതിൽ സംശയമില്ല. ഒരു ശരാശരി ഇന്ത്യക്കാരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള മികച്ച മാർഗം പ്രവാസി ജീവിതമാണെന്നാണ് പൊതുവെ കരുതുന്നത്. ഈ ഗ്രാമത്തിന്റെ കാര്യത്തിലും ഈ സ്ഥിതിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഗ്രാമത്തിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗം ഏകദേശം 65% പ്രവാസികളാണ് ഉള്ളത്. ഈ NRIകൾ തങ്ങളുടെ മാതൃരാജ്യത്ത് വൻതോതിലുള്ള നിക്ഷേപം നടത്തിയതാണ് ഗ്രാമത്തിന്റെ അത്ഭുതപൂർവമായ ആസ്തിക്ക് പിന്നിൽ നിലനിൽക്കുന്ന കാരണം. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കിയാൽ വളരെയധികം മുന്നിലാണ് മാദാപൂർ. അമേരിക്ക, യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഈ ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ അധികവും നിലനിൽക്കുന്നത്. ഇവരുടെ നിക്ഷേപം കാര്യമായി വർദ്ധിച്ചതോടെ ഗ്രാമത്തിന്റെ മുഖഛായയും ഒരുപാട് മാറി. വിശാലമായ റോഡുകൾ, തടാകങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ എന്നിങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഇന്ന് ഈ ഗ്രാമത്തിൽ ഉള്ളത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, ICICI ബാങ്ക്, PNB എന്നിവയുൾപ്പെടെ 17 പ്രധാന ബാങ്കുകൾ ഈ കൊച്ചു ഗ്രാമത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. റിപ്പോർട്ടുകൾ അനുസരിച്ച് ആഫ്രിക്കയിലെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന NRIകളിൽ നിന്നാണ് ഈ ഗ്രാമത്തിലേക്ക് ഏറ്റവും കൂടുതൽ പണം എത്തുന്നത്. ഞങ്ങൾ എവിടെയാണ് തുടങ്ങിയതെന്ന് ഞങ്ങൾ മറക്കില്ല. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നത്തെ മാദാപൂർ. ഒരു ഗ്രാമീണർ പറഞ്ഞതായി പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഞങ്ങളുടെ പുരുഷന്മാർ വിദേശത്ത് ഉപജീവനം നടത്താം, പക്ഷെ അവരുടെ ഹൃദയങ്ങൾ ഇവിടെ തന്നെ തുടരുകയാണ്. അവർ തങ്ങൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി മാത്രമല്ല, മറിച്ച് ഗ്രാമത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നുവെന്നും അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി.